ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിയാഷ് വേൾഡ്. ഇന്ന് ഞാനൊരു ഗാർഡൻ ടൂറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് കണ്ടാലോ? ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കോലിയസ് പ്ലാന്റ്സ് ആണ്. 10ൽ പരം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്ത് കാണാൻ. കോലിയസ് പ്ലാന്റിലെ ഈ ഒരു വെറൈറ്റി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വീടിൻ്റെ ഒരു സൈഡിലായിട്ട് മുഴുവനും കോലിയസ് പ്ലാന്റ് തന്നെയാണുള്ളത്. ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ്. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടെ ഇവിടെയുണ്ട്, ഒരു പിങ്കിഷ് കളറുള്ളത്. പുൽച്ചെടി കൊണ്ട് ഭംഗിയായി അവരിവിടെ ഒരു പേര് സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ചട്ടിയിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലും ഒക്കെയാണ് അവർ 10 മണിമുല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 10 മണിമുല്ലയുടെ തന്നെ പല വെറൈറ്റീസും ഉണ്ട് ഇവിടെ. ടർട്ടിൽ വെയിൻ ഹാങ്ങിങ് പ്ലാന്റ് മാത്രമല്ലാന്ന് ഈ വീട്ടിലെ ഉമ്മ തെളിയിച്ചിരിക്കുകയാണ്. ഡബിൾ ഷെയ്ഡഡ് പോപ്പി ചെടിയാണിത്. പനിനീർ ചെടിയാണിത്. പൂവിട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഹെമിഗ്രാഫിസ് റെപ്പൻഡ അല്ലെങ്കിൽ ഡ്രാഗൺ ട്രങ്ക് എന്നറിയപ്പെടുന്ന ഒരു പുൽച്ചെടിയാണിത്. പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചെടികൾ ഈ വീട്ടിലുണ്ട്. ബിഗോണിയ പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതിൻ്റെ നെയിം ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഉമ്മച്ചിയുടെ ഫേവറേറ്റ് ചെടിയാണ് കേട്ടോ ഇത്, നന്ദ്യാർവട്ടം. ഇനി ഇവർ സെറ്റ് ചെയ്ത ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണാം. ഓർക്കിഡിൻ്റെ തൈയാണിത്. വേഗം വളരാൻ വേണ്ടിയിട്ടാണ് ചകിരിത്തൊണ്ടിലാക്കി വെച്ചത്. ടർട്ടിൽ വെയിൻ പ്ലാന്റ് അവർ ഭംഗിയായിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പൈഡർ വോൾട്ട് പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ടർട്ടിൽ വെയിൻ പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഈ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേര് ഡിസ്ചിഡിയ എന്നാണ്.
ഗാർഡൻ ടൂർ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.